25ാമത് വർഷം ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് പഞ്ചായത്ത് ഒരു പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. മുമ്പ് കാലത്ത് പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റ് കേരളത്തിൽ ആദ്യം പരിചയപ്പെടുത്തി അത് നടപ്പിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് മാത്രമുണ്ടായിരുന്ന സേവനത്തെ പഞ്ചായത്തിലുള്ള എല്ലാ വാർഡുകളിലും പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ലഭ്യമാകുന്നതിലേക്ക് വേണ്ടി ഗ്രാമഭവൻ എന്ന ആശയം വന്നതും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നതും. ഇനി വിവിധ ആവശ്യങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങണ്ട. പരിശീലനം നേടിയ ഗ്രാമസഹായികളുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ പഞ്ചായത്ത് നൽകുന്ന 200ഓളം സേവനങ്ങൾ ഗ്രാമഭവനുകൾ വഴി ജനങ്ങളുടെ മുന്നിൽ എത്തിപ്പെടുന്നു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഭരണസ്ഥിരാകേന്ദ്രം എന്നുള്ള രീതിയിൽ സെക്രട്ടേറിയറ്റാണ് കാണുന്നത്. എന്നാൽ ജില്ലാതലത്തിൽ നോക്കുമ്പോൾ അവിടെ കളക്ടറേറ്റാണ് ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ട് സുതാര്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം വിസ്തൃതമായ മലയോര പഞ്ചായത്ത് പ്രദേശം കൂടി ആയതുകൊണ്ട് വിസ്തൃതമാണ് ആ സ്ഥലം. അങ്ങനെ വിസ്തൃതമായ ഒരു സ്ഥലത്ത് ദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ 10-15 കിലോമീറ്റർ താണ്ടിയാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് കടന്നു വരുന്നത്. പട്ടിണി പാവപ്പെട്ടവരാണ് ഏറിയ പങ്കും. അങ്ങനെ ബസ് കൂലിക്ക് പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട്. അവരുടെ കാര്യങ്ങൾ യഥാസമയത്ത് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് പഞ്ചായത്ത് ഗ്രാമഭവനിലൂടെ പഞ്ചായത്തിൻ്റെ ഒരു കേന്ദ്രീകരിച്ച പ്രവർത്തനത്തെ എല്ലാ വാർഡുകളിലും എത്തിക്കുക എന്ന തീരുമാനത്തിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഓരോ ഗ്രാമഭവനിലൂടെയും പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെല്ലാം തന്നെ ലഭ്യമാകും. ഇപ്പോൾ തന്നെ ഗവൺമെൻറ് ILGMS വഴി പഞ്ചായത്തിൽ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ വാർഡ് ഓഫീസിലെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഉദാഹരണത്തിന് ഒരാളിന് പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ട് എന്നതിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ അവിടെ കൊടുക്കാം. അതുപോലെ ഒരു ആനുകൂല്യത്തിന് വേണ്ടിയുള്ള അപേക്ഷ അവിടെ കൊടുക്കാം. ഇനി പഞ്ചായത്തിൽ തന്നെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡെത്ത്, ബർത്ത്, മാരേജ് സർട്ടിഫിക്കറ്റ് അവിടെ നമുക്ക് എടുക്കുന്നതിലേക്ക് വേണ്ടി കഴിയും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, ടാക്സ് അടയ്ക്കുന്നതിലേക്ക് വേണ്ടി, അങ്ങനെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ആളുകളുടെ വീട്ടുമുറ്റത്ത് അവരുടെ കയ്യുടെ അടുത്ത് എത്തുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി കഴിയും. ഇത് മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങൾ ഇപ്പോൾ നമുക്ക് പഞ്ചായത്തിന് കൈമാറി തന്നിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ കൃഷി ഓഫീസും മൃഗാശുപത്രിയും സ്കൂളുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുമൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അതിനുപരിയായിട്ട് മറ്റ് വകുപ്പുകളിലേക്ക് ഗവൺമെൻറ് തലത്തിലുള്ള സ്ഥാപനങ്ങളുടെ അതിൻ്റെ ഒരു വിവരങ്ങൾ ലഭിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ സെൻ്റർ കൂടെയായി നമുക്ക് ഈ ഗ്രാമഭവൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് കഴിയും. അധികാര വികേന്ദ്രീകരണത്തിൽ ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിന്റെ ഭാഗമാണ് ഗ്രാമഭവനുകൾ. രണ്ട് ദിവസത്തെ പരിശീലനം എനിക്ക് തിരുവനന്തപുരം കിലയിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 200ഓളം സേവനങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അഗ്രോ ക്ലിനിക്കുകൾ, ആരോഗ്യ സബ് സെന്ററുകൾ, ഗ്രാമപഠന കേന്ദ്രം, വിജ്ഞാന കേന്ദ്രം, കോർണർ PTA, വാർഡ് തല പുസ്തകശാല, കുടുംബശ്രീ ADS, വാർഡ് ആസൂത്രണ സമിതി, ജാഗ്രതാ സമിതി, ഗ്രാമസഭ, ഹരിത കർമ്മസേന, ആരോഗ്യസേന, സാനിറ്റേഷൻ കമ്മിറ്റി, സ്പോർട്സ് കൗൺസിൽ തുടങ്ങിയ സംഘടനാ സംവിധാനങ്ങളുടെ ഏകോപന കേന്ദ്രം ഗ്രാമഭവനുകൾ ആയിരിക്കും. അതിനുവേണ്ടി പ്രത്യേക ബൈലയും മാനുവലും ഒക്കെ തയ്യാറാക്കുകയും അതുപോലെ ഈ പ്രവർത്തനങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി വാർഡ് തലത്തിൽ തന്നെ ഇതിൻ്റെ ഒരു മോണിറ്ററിംഗ് സമിതിയുണ്ട്. വാർഡ് തല ആസൂത്രണ സമിതിയാണ് ഇതിൻ്റെ മോണിറ്ററിംഗ് സമിതിയായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇതിനൊരു ഉപദേശക സമിതിയുണ്ട്. അത് ഒഫീഷ്യൽ രീതിയിലാണ്. പഞ്ചായത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാളുണ്ടാവും.
അതുപോലെ തന്നെ നമ്മൾ അംഗൻവാടിയുടെ ആളുണ്ടാവും, ആശാ വാളണ്ടർ ഉണ്ടാവും, ഹരിതകർമ്മസേനയുടെ പ്രതിനിധി ഉണ്ടാവും, കുടുംബശ്രീയുടെ പ്രതിനിധി ഉണ്ടാവും. ഇങ്ങനെയുള്ളവരുടെ എല്ലാം കൂടെ ഒരു പങ്കാളിത്തത്തോടുകൂടി ഒരു ഉപദേശ സമിതിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അക്ഷരാർത്ഥത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളിൽ അവർ സ്വപ്നം കണ്ടെന്ന കാര്യം ഇന്ന് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈ പഞ്ചായത്ത് ഒരു ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി നടത്തുന്നത്. 18 വാർഡുകളിലും ഗ്രാമഭവനുകൾ നിലവിൽ വരുമ്പോൾ അത് കേരള സംസ്ഥാനത്ത് തന്നെ പുതുചരിത്രം എഴുതുമെന്നുള്ള കാര്യത്തിൽ ലവലേശം സംശയമില്ല.